നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സമയവും സാഹചര്യവും ഒത്തുവരുന്ന ഒരു സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സത്യമ്മയോട് പറയുന്നതായിരിക്കും. ശാരദാമ്മേ, എത്ര ലാഘവത്തോടെയാ നിങ്ങളിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? ഫോണൊന്നും എടുക്കണ്ടേ അമ്മേ, എന്നാലല്ലേ കാര്യങ്ങളൊന്ന് പറയാൻ പറ്റൂ. എന്തായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം വന്നുപോയി. അതിന്റെ സത്യാവസ്ഥ എന്താന്ന് അവനെ ബോധ്യപ്പെടുത്തണ്ടേ? അതിപ്പോ നേരിട്ടാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണെങ്കിലും കാര്യങ്ങൾ അവനെ അറിയിച്ചേ പറ്റൂ. സത്യമാണെങ്കിൽ അമ്പലത്തിൽ പോണമെന്നും പറഞ്ഞു വാശി പിടിച്ചിരിക്കുക. 1-2 തവണ എന്നെ വിളിച്ചിരുന്നു. അത് നീ കാര്യാക്കണ്ട. സത്യ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയിക്കോളാം. നീ വിഷ്ണുവിനെ ഫോണിൽ കിട്ടുമെന്ന് നോക്ക്. എന്റെ ബിഗ് ഫ്രണ്ടേ, അതാ എന്റെ അച്ഛൻ. ഭയങ്കര ജോലി തിരക്കുള്ള ആളാ. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഫോൺ വിളിക്കും, എന്നെയും വിളിക്കും, അമ്മയും വിളിക്കും. വിഷ്ണുട്ടാ, എനിക്ക് വിഷ്ണുട്ടനോട് സംസാരിക്കണം. എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? വിഷ്ണുട്ടാ, എനിക്കൊന്ന് സംസാരിക്കണം. ഓ, എനിക്കൊന്നും കേക്കണ്ട. വിഷ്ണുട്ടൻ കേൾക്കണം. സംഭവിച്ചത് എന്താണെന്ന് വിഷ്ണുട്ടൻ അറിയണം. ഓ, ഇപ്പൊ സംഭവിച്ചതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്കിപ്പോ വേറെ ഒന്നുമില്ല. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണല്ലോ. കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ഉപരി ചില സത്യങ്ങളുണ്ട് വിഷ്ണുട്ടാ. അതെന്താന്ന് അറിയേണ്ടതുവാ. അതെ, കള്ളങ്ങൾ കൊണ്ട് എന്റെ കാഴ്ചകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കും. അല്ല, യഥാർത്ഥ സത്യം എന്താണെന്ന് വിഷ്ണുട്ടനെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാ. ശരി, ഒരു പ്രാവശ്യം കൂടി ഞാൻ നീ പറയുന്നത് കേൾക്കും. എനിക്ക് വിശ്വാസം ആയില്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച. ശരി, സമ്മതിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 5 പെൺകുട്ടികൾക്കാണ് സത്യാമ്മയുടെ സൽക്കർമ്മത്തിലൂടെ മംഗല്യഭാഗ്യം ഉണ്ടായത്. 5 പേരും നല്ല രീതിയിൽ ജീവിക്കുകയും ഇടയ്ക്ക് ക്ഷേത്രത്തിൽ വന്ന് അവർക്ക് നൽകിയ ജീവിതത്തിന് ഭഗവാന് മുന്നിൽ നന്ദി പറയുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോ വലിയ സന്തോഷമാണ് സത്യാമ്മേ ഞങ്ങളുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ തോന്നുന്നത്. നമ്മളെ കൊണ്ട് ഇക്കാലത്ത് ഇങ്ങനെയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോഴും ഈ മംഗല്യഭാഗ്യ ചടങ്ങ് മുടക്കം കൂടാതെ നടത്തിക്കൊണ്ട് പോകുന്നതും സത്യാമ്മ ഒറ്റൊരാൾ കാരണമാ. അതിന് ഈ ക്ഷേത്രവും ക്ഷേത്ര കമ്മിറ്റിയും എല്ലാവരും എന്നും കടപ്പെട്ടിരിക്കുന്നു. ശിവദാസ, ഒരു കടപ്പാടിനും വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് അയക്കുന്നതിന്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികളും അത്രയ്ക്കും ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുന്നവര് തന്നെയാ. അവരുടെ പ്രാർത്ഥനകൾ മാത്രം മതി നമുക്കിതിനുള്ള പ്രതിഫലം. അത് വേണ്ടുവോളം കിട്ടുന്നത് കൊണ്ട് തന്നെയാ ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോകാനാകുന്നതും. വധുവരന്മാരോടും അവരുടെ വീട്ടുകാരോടും ഒക്കെ നമ്മള് രാവിലെ തന്നെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമുള്ള മുഹൂർത്ത സമയവും തിരിച്ച് വീട്ടിൽ ചെന്ന് കയറേണ്ട സമയം വരെ കുറിച്ചു കൊടുത്തിട്ടുണ്ട്. വർഷാവർഷം നടത്തുന്നതാണെങ്കിലും നടത്തുന്ന സമയത്ത് ഒരു മുടക്കവും വരരുതേ എന്നുള്ള പ്രാർത്ഥനയും ഒരു ആദിയോ. അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടേ. ഭഗവാന്റെ കാരുണ്യം കുറച്ച് കൂടുതൽ സത്യാമ്മയ്ക്കുണ്ടെന്നങ്ങ് വിചാരിച്ചോ?
അതുകൊണ്ട് ഒരു കുറവും വരാൻ ഭഗവാൻ സമ്മതിക്കില്ല. അത്രയ്ക്ക് ശക്തിയുള്ള മൂർത്തിയല്ലേ. ആ കാരുണ്യത്തില ഈ സത്യഭാമ ഇന്ന് നിലനിന്ന് പോകുന്നത് തന്നെ. ആ എന്നാ പിന്നെ ഞാനൊന്ന് പോയി തൊഴട്ടെ. ശരി സത്യാമ്മേ. ആ വാ പിള്ളേ. മരുമകന് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, ശാരദാമ്മ അമ്പലത്തിലേക്ക് പോരുന്നതിന് മുമ്പായിട്ട്. കുറെ നാളുകൾക്ക് ശേഷമുള്ള മരുമകന്റെ വരവല്ലേ, ശരിക്കും സൽക്കരിക്കേണ്ടി വരും. സത്യാമ്മ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ആ വന്നത് സമയവും സാഹചര്യവും ഒത്തുവരുന്ന ഒരു സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സത്യാമ്മയോട് പറയുന്നതായിരിക്കും. ശാരദാമ്മേ, എത്ര ലാഘവത്തോടെയാ നിങ്ങളിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് അറിയോ? ഒരു മകനില്ലാത്തതിന്റെ കുഴപ്പോ? ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ, അവന്റെ ഭാവിയെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഒരമ്മയ്ക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല. എന്റെ സത്യാമ്മ ചിന്തിക്കുന്ന പോലെയുള്ള ഭീകരമായ ഒരു വിഷയമൊന്നും ഇക്കാര്യത്തിലില്ല. നമ്മളൊന്ന് പരസ്പരം സംസാരിച്ച തീരാവുന്ന കാര്യമേ ഇതിലുള്ളൂ. സത്യയുടെ ഒരു ആഗ്രഹം, അത് സാധിച്ചു കൊടുക്കേണ്ടത് അവളുടെ അമ്മ എന്ന നിലയിൽ ശാലിനിയുടെ കടമയാണല്ലോ. എല്ലാവർക്കും കടമകളാ, അവരവരുടെ ജീവിതം. അത് മാത്രമല്ല എല്ലാവരുടെയും ലക്ഷ്യം. മറ്റുള്ളവർ അതിൽ ബലിയാടാകുന്നത് ഒരാളും അത് ഗൗനിക്കുന്നതേ ഇല്ല. ശാരദാമ്മേ, നിങ്ങൾക്കൊരു പക്ഷെ എന്റെ മകനെ കണ്ടില്ലെന്ന് നടിക്കാനായേക്കും. പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാനേ അവന്റെ അമ്മയാ. അവന്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടുകൊണ്ട് നിൽക്കാനും എനിക്കാവില്ല. ഞാനും എന്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ഭാവിയാണ് വലുതെങ്കിൽ എനിക്ക് എന്റെ മകന്റെ ഭാവിയാ വലുത്. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചു മുന്നോട്ട് പോകാൻ തന്നെ ഇരിക്കുന്നത്. അതറിഞ്ഞു കഴിയുമ്പോഴേ ഓടിപ്പാഞ്ഞു വന്നേക്കരുത്. സത്യമേ, ഞാൻ പറഞ്ഞില്ലേ, കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് ഇവിടെ വെച്ച് പറയാൻ പറ്റാത്ത അവസ്ഥ ആയി പോയതുകൊണ്ടാ. അത് പക്ഷെ ബോധ്യപ്പെടുത്തി തരാൻ എനിക്ക് സാധിക്കുന്നുമില്ല. പക്ഷെ എനിക്ക് നന്നായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാൻ സാധിക്കും. പോകുന്നതിന് മുൻപേ മരുമകന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് ഒരു പ്രത്യേക പൂജയും കഴിപ്പിച്ചിട്ട് പോണേ. ഒരുപാട് കാലം നിങ്ങളുടെ മകളും മരുമകനും ഒരുമിച്ച് കഴിയേണ്ടതല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.